ട്രെയിനിൽ വെച്ച് ടിടിഇമാരെ ആക്രമിച്ച സംഭവത്തിൽ 2 യുവാക്കൾ പോലീസ് പിടിയിലായിരിക്കുകയാണ്. കൊല്ലം സ്വദേശിയായ അശ്വിൻ, സുഹൃത്ത് ആഷിഖ് എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. ആഷിഖിൻ്റെ കൈവശമുണ്ടായിരുന്ന കഞ്ചാവും റെയിൽവേ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികളെ ഇപ്പോൾ എറണാകുളം സൗത്ത് റെയിൽവേ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ഇന്ന് പുലർച്ചെ 5:30 ഒറ്റപ്പാലത്ത് വെച്ചാണ് ആക്രമണം നടന്നത്. ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തത് ചോദ്യം ചെയ്തതാണ് മർദ്ദനമേൽക്കാൻ കാരണം. ടിടിഇമാരായ മനോജ് വർമ്മ, ഷമ്മി എന്നിവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ബാംഗ്ലൂരിൽ നിന്നും കന്യാകുമാരിയിലേക്ക് പുറപ്പെടുന്ന എക്സ്പ്രസ്സിലാണ് ആക്രമണം നടന്നത്. ആ സമയം തന്നെ ഇവരെ പിടികൂടി പോലീസ് ചോദ്യം ചെയ്യുകയും നടത്തിയ പരിശോധനയിൽ ഇതിൽ ആഷിഖിൻ്റെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രതികളെ ഇപ്പോൾ എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. 2 ടിടിഇമാർക്കാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. മനോജ് വർമ്മ, ഷമ്മി എന്നിവർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസമാണ് ടിടിഇയായ വി വിനോദിനെ ഇതര സംസ്ഥാന തൊഴിലാളി മർദ്ദിച്ച് ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയത്. ഈ സംഭവത്തിന് ശേഷം റെയിൽവേ ജീവനക്കാർക്കിടയിൽ, ഉദ്യോഗസ്ഥർക്കിടയിൽ വ്യാപകമായ പ്രതിഷേധം അരങ്ങേറിയിരുന്നു. തങ്ങളുടെ ജീവന് യാതൊരു സുരക്ഷയും ഇല്ലാതെയാണ് ട്രെയിനിൽ ജോലി ചെയ്യുന്നത്. ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്ന ആളുകൾ, ഇതര സംസ്ഥാനക്കാരായ നിരവധി ആളുകളുടെ ആക്രമണത്തിന് ഇരയാകുന്നു എന്നായിരുന്നു പ്രത്യേകിച്ചും ടിടിഇമാരുടെ പരാതി. ആ പരാതി നിലനിൽക്കുമ്പോഴാണ് വീണ്ടും ഒറ്റപ്പാലത്ത് വെച്ച് ടിടിഇമാർക്ക് നേരെ ആക്രമണമുണ്ടായത്. ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതിന് ചോദ്യം ചെയ്തതാണ് യുവാക്കളുടെ മർദ്ദനമേൽക്കാൻ കാരണം. ഇപ്പോൾ യുവാക്കളെ എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചുകൊണ്ട് മറ്റ് നടപടികൾ നടന്നു വരികയാണ്. ഉടൻ തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ വിവേക് ജി വിനോദിനൊപ്പം CR ശ്യാം, ഫോക്കസ് ന്യൂസ് TV.